Hello students, welcome again to computer science class. അപ്പോൾ നമ്മൾ കമ്പ്യൂട്ടർ സയൻസ് ക്ലാസ്സിൽ 4th ലെസൺ ആണ് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതിൽ നമ്മളിപ്പോൾ ഓൾറെഡി 3 ക്ലാസ് കഴിഞ്ഞു അല്ലേ, അതായത് 3 വീഡിയോസ് കഴിഞ്ഞു. നമ്മളുടെ അതിൻ്റെ തന്നെ കണ്ടിന്യൂവേഷൻ ആയിട്ടുള്ള ഒരു 4ാമത്തെ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണ ടോപ്പിക് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് എന്താണെന്നുള്ളത്. അതായത് നമ്മൾ ജസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ലാസ്റ്റ് വീഡിയോയിൽ സ്ക്രിപ്റ്റുകൾ എന്താണെന്ന് പറഞ്ഞു. ദെൻ ഇന്ന് അതിൻ്റെ 2 ടൈപ്പിൽ അതിനെ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളെ. അപ്പോൾ ആ ടൈപ്സ് ഓഫ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് എന്താണെന്നുള്ളതാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോണത്. ഓക്കെ, നമുക്ക് നമ്മുടെ വീഡിയോയിലേക്ക് കടക്കാം. അപ്പോൾ നമ്മൾ ടോപ്പിക്കിലേക്ക് കടക്കുന്നതിന് മുന്നേ നമ്മൾ എന്താ ജസ്റ്റ് സ്ക്രിപ്റ്റുകൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. അതായത് നമ്മൾ പറഞ്ഞു എന്താ വെബ്സൈറ്റുകൾ ക്രിയേറ്റ് ചെയ്യുമ്പോൾ എന്താ നമുക്ക് ഒരുപാട് കളക്ഷൻ ഓഫ് വെബ് പേജസ് ഉണ്ടായിരിക്കും അല്ലേ. നമ്മൾ ഓരോ വെബ് പേജിനും എന്ത് ചെയ്യുന്നു, ഇൻഡിവിജ്വലായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഡെവലപ്പ് ചെയ്യുക ചെയ്യുന്നത് അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ വെബ് പേജുകളെ ഡെവലപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് പറഞ്ഞു, HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ് യൂസ് ചെയ്യാമെന്ന് പറഞ്ഞു. ഓക്കെ, ഹൈപ്പർ ടെക്സ്റ്റ് മാർക്കപ്പ് ലാംഗ്വേജ് അല്ലേ. ഇനി HTML എന്താണെന്നുള്ളതാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് ഇനി നമ്മൾ HTML പേജ് എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു, അതിന് എങ്ങനെയാണത് പുതിയൊരു ലാംഗ്വേജ്, അതായത് HTML എന്ന് പറഞ്ഞ ലാംഗ്വേജ് ആണ് നമ്മളിനി പഠിക്കാൻ പോണത്. ഓക്കെ, അതവിടെ നിൽക്കട്ടെ. ഇനി നമുക്ക് നമ്മുടെ സ്ക്രിപ്റ്റിലേക്ക് വരാം. അപ്പോൾ അങ്ങനെ പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, HTML കോഡുകൾ യൂസ് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് വെബ് പേജസ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ, ഡെവലപ്പ് ചെയ്യുന്നതെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ സ്ക്രിപ്റ്റ് എന്താണെന്ന് ഇനി പറയാൻ പോകണം. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ പ്രോഗ്രാം കോഡാണ് അല്ലേ. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, HTML പേജിൻ്റെ അല്ലെങ്കിൽ HTML കോഡിൻ്റെ ഇൻസൈഡിൽ നമ്മൾ എഴുതുന്ന പ്രോഗ്രാം കോഡുകളെയാണ് നമ്മൾ എന്ന് പറഞ്ഞത് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളിത് ലാസ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞു. അപ്പോൾ നമ്മൾ എങ്ങനെ പറഞ്ഞു, അങ്ങനെ സ്ക്രിപ്റ്റ് നമുക്ക് എഴുതണം എന്ന് പറഞ്ഞു അല്ലേ. അതായത് പ്രോഗ്രാം കോഡ് തന്നെയാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് എന്താ ഒരു പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് അല്ലെങ്കിൽ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാണ് നമ്മൾ എന്ത് സ്ക്രിപ്റ്റുകൾ എഴുതുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്തൊക്കെ ജാവ സ്ക്രിപ്റ്റ്, VB സ്ക്രിപ്റ്റ്, PHP അങ്ങനെ പറഞ്ഞിട്ട് ഒരുപാട് ലാംഗ്വേജസ് ഉണ്ട്. അതായത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഒരുപാടുണ്ട്. ആ ഏതെങ്കിലുമൊക്കെ ലാംഗ്വേജ് യൂസ് ചെയ്തിട്ടാണ് എന്ത് നമ്മൾ സ്ക്രിപ്റ്റ് എഴുതുന്നത്. എങ്ങനെ സ്ക്രിപ്റ്റ് എഴുതിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, അത് HTML ഫയലിന് HTML കോഡിൻ്റെ ഉള്ളിൽ അതിനെ നമ്മൾ ഇൻക്ലൂഡ് ചെയ്യിപ്പിക്കുന്നു. ഓക്കെ, അപ്പോൾ അങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ ആ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ 2 ടൈപ്പിൽ ഡിവൈഡ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആൻഡ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ഓക്കെ, 2 ടൈപ്പ്, ക്ലയൻറ്റ് സൈഡും സർവർ സൈഡും. ഇനി ഈ 2 ടൈപ്പ് എന്തൊക്കെയാണെന്നുള്ളതാണ് നമ്മളിനി നോക്കാൻ പോകുന്നത്. ഓക്കെ, അപ്പോൾ നമ്മൾക്ക് ഫസ്റ്റ് നോക്കാം ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് അല്ലേ. ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ, ക്ലയൻറ്റ് സൈഡ് അല്ലേ, ക്ലയൻറ്റിൻ്റെ സൈഡിലാണ് അല്ലേ. അപ്പോൾ നമുക്കറിയാം എന്താ ക്ലയൻറ്റ് സൈഡ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എങ്ങനെയാണ്, ഒരു ബ്രൗസർ ഉണ്ടാവും അല്ലേ. ഒരു ക്ലയൻറ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഏതെങ്കിലും ഒരു ഡിവൈസ് അല്ലെങ്കിൽ ഒരു കമ്പ്യൂട്ടർ അല്ലേ. ആ കമ്പ്യൂട്ടർ എന്താ പറയുക റിക്വസ്റ്റ് കൊടുക്കാൻ പോവുകയാണ്. അതായത് നമുക്ക് എന്താ ഒരു വെബ് പേജ് വേണം അല്ലേ, ഒരു വെബ്സൈറ്റ് ആക്സസ് ചെയ്യണം. നമ്മൾ എങ്ങനെയാണ് റിക്വസ്റ്റ് കൊടുക്കുക, ത്രൂ എ വെബ് ബ്രൗസർ അല്ലേ. ഒരു വെബ് ബ്രൗസർ വഴിയാണ് നമ്മൾ എന്ത് റിക്വസ്റ്റ് കൊടുക്കാൻ പോണത്. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ടാസ്കുകളും, അതായത് അതിൽ വരുന്ന എല്ലാ ടാസ്കുകളും ആരാ, ക്ലയൻറ്റ് സൈഡിലാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതായത് ക്ലയൻറ്റ് സൈഡിൽ വരുന്ന എല്ലാ ടാസ്കുകളും എന്ത് ചെയ്യുന്നു, എക്സിക്യൂട്ടഡ് ഇൻ ദ ബ്രൗസർ ആണ് എന്ത് എല്ലാ ടാസ്കുകളും എക്സിക്യൂട്ട് ചെയ്യുന്നത്. അതെവിടെ, ക്ലയൻറ്റ് സൈഡിൽ വെച്ചിട്ട് തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ്, അതായത് ഈ സ്ക്രിപ്റ്റിംഗ് കോഡ് ഈസ് എക്സിക്യൂട്ടഡ് ഓൺ ദ ക്ലയൻറ്റ് ബ്രൗസർ, ഇറ്റ് പ്രൊവൈഡ്സ് എ ക്വിക്ക് റെസ്പോൺസ് ടു ദ യൂസർ. അതായത് നമ്മൾ പറഞ്ഞു എന്താ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ക്ലയൻറ്റ് സൈഡിൽ നമ്മൾ എന്താ ക്ലയൻറ്റ് സൈഡിൽ എഴുതുന്ന സ്ക്രിപ്റ്റിംഗ് കോഡ് അതിനെയാണ് നമ്മൾ എന്ന് പറയുക ക്ലയൻറ്റ് സൈഡ്. അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ ക്ലയൻറ്റ് എന്ന് പറഞ്ഞതിനൊക്കെ, അതായത് വെബ് പേജുകളൊക്കെ ആരായിരിക്കും ക്ലയൻറ്റ് സൈഡിൽ വരുന്നതിനൊക്കെ നമ്മൾ പറഞ്ഞു സ്റ്റാറ്റിക് വെബ് പേജസ് എന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ അതിനൊക്കെ ആരായിരിക്കും എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞു, നമ്മൾ ഇൻ്റർപ്രറ്റ് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെബ് ബ്രൗസറാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് ഇതുപോലെ തന്നെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാ, വെബ് ബ്രൗസറാണ്. ഓക്കെ, അപ്പോൾ ഈ ഇങ്ങനെ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ചെയ്യുന്നതുകൊണ്ടുള്ള ഒരു കാര്യം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്വിക്കായിട്ട് റെസ്പോൺസ് കിട്ടും. ഓക്കെ, ക്വിക്കായിട്ട് റെസ്പോൺസ് യൂസേഴ്സിന് കിട്ടും. അതാണ് അതിൻ്റെ ഒരു അഡ്വാൻറ്റേജ് ആയിട്ട് വരുന്നത്. ഇനി ക്വിക്ക് റെസ്പോൺസ് എങ്ങനെയാണ് കിട്ടണത് എന്നുള്ളത് നമുക്ക് പറയാം. അതേപോലെ തന്നെ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിനൊരു ഡ്രോബാക്ക് ഉണ്ട്, അതായത് ഡിസഡ്വാൻറ്റേജസ് ഉണ്ട്. അതായത് നമ്മൾ പറഞ്ഞു എന്താ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ സപ്പോർട്ട് ചെയ്യുന്നത് അല്ലെങ്കിൽ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, വെബ് ബ്രൗസറുകളാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമ്മൾ ചില വെബ് ബ്രൗസേഴ്സ് എന്താ ചില സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജിനെ സപ്പോർട്ട് ചെയ്യില്ല അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ആ ലാംഗ്വേജ് യൂസ് ചെയ്ത് നമുക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ അതൊരു ഡ്രോബാക്ക് ആണ്. അതായത് എന്താ ബ്രൗസേഴ്സ് ദാറ്റ് ഡു നോട്ട് സപ്പോർട്ട് സ്ക്രിപ്റ്റ്, ചില സ്ക്രിപ്റ്റുകളെ എന്താ ബ്രൗസേഴ്സ്
സപ്പോർട്ട് ചെയ്യില്ല. നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് യൂസ് ചെയ്തിട്ട് എന്താ സ്ക്രിപ്റ്റൊക്കെ എഴുതി, പക്ഷേ നമ്മളുടെ ചിലപ്പോൾ എന്താ എക്സിക്യൂട്ട് ചെയ്യുന്ന സമയത്ത് ബ്രൗസർ അതിനെ സപ്പോർട്ട് ചെയ്തൊന്നും വരില്ല. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ സ്ക്രിപ്റ്റിൻ്റെ ഇതിലുകളെ, അതായത് എക്സിക്യൂഷൻ ഓഫ് സ്ക്രിപ്റ്റുകളെ നമുക്ക് എന്താ ബ്രൗസർ ചെയ്യാമെന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് അതിനെ വേണമെങ്കിൽ ടേൺ ഓഫ് ചെയ്തിടാം. അതായത് സ്ക്രിപ്റ്റുകൾ എക്സിക്യൂട്ട് ചെയ്യണ്ട എന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ അതിൽ ബ്രൗസറിൽ നമുക്ക് എന്താ അതിനെ ടേൺ ഓഫ് ചെയ്തിടാം. അപ്പോൾ എന്താ ഉണ്ടാവുക, അത് ചിലപ്പോൾ യൂസേഴ്സ് പെട്ടെന്ന് മീൻസ് യൂസേഴ്സ് ചിലപ്പോൾ അത് ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ ആ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യില്ല അല്ലേ. സ്ക്രിപ്റ്റ് അതിലത്തെ നമ്മുടെ HTML ഇതിൻ്റെ ഉള്ളിൽ എഴുതിയ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യില്ല. അപ്പോൾ അതും ഒരു ഡ്രോബാക്ക് ആയിട്ട് പറയാം നമുക്ക്. ഓക്കെ, മെയിനായിട്ട് പറയുന്നതാണ് എന്ത്, ബ്രൗസർ സ്ക്രിപ്റ്റിനെ സപ്പോർട്ട് ചെയ്യാത്തൊരു കേസ്. നെക്സ്റ്റ് പറഞ്ഞത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞത് എന്താ ബ്രൗസറാണ് എക്സിക്യൂട്ട് ചെയ്യാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ നമുക്ക് എന്താ ചിലപ്പോൾ യൂസേഴ്സ് അതിനെ ടേൺ ഓഫ് ചെയ്തിട്ടുണ്ടായിരിക്കും എക്സിക്യൂഷൻ ഓഫ് സ്ക്രിപ്റ്റിനെ. അങ്ങനെയാണെങ്കിലും നമ്മളുടെ സ്ക്രിപ്റ്റ് അവിടെ, അതായത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് അവിടെ വർക്ക് ചെയ്യില്ല. ഓക്കെ, അഡ്വാൻറ്റേജ് പറഞ്ഞത് എന്തായിരുന്നു, ക്വിക്ക് റെസ്പോൺസ് കിട്ടുന്നു അല്ലേ. അപ്പോൾ നമുക്കതിനൊരു എക്സാമ്പിൾ നോക്കാം. നമ്മളിപ്പോൾ ഒരു ലോഗിൻ പേജ് കാണുന്നുണ്ട് അല്ലേ. ഇവിടെ ലോഗിൻ പേജ് കാണുമ്പോൾ നമ്മൾ എന്താ ചെയ്യുന്നത്, അതായത് നമ്മളിപ്പോൾ നമ്മൾ ലോഗിൻ പേജ് എല്ലാത്തിലും ചില സൈറ്റുകളൊക്കെ കയറുമ്പോൾ നമുക്കറിയാം ലോഗിൻ പേജ് ഉണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ലോഗിൻ പേജ് വരുമ്പോൾ നമുക്കറിയാം എന്താ ഒരു യൂസർ നെയിമും പാസ്വേഡും നമ്മൾ എൻ്റർ ചെയ്ത് കൊടുക്കണം. ഓക്കെ, എന്നിട്ടാണ് നമുക്ക് ലോഗിൻ ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അപ്പോൾ നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്തു അല്ലേ. ഈ യൂസർ നെയിമും പാസ്വേഡും എൻ്റർ ചെയ്യുമ്പോൾ ക്ലയൻറ്റ് സൈഡിലാണ് ഇത് നമ്മൾ എൻ്റർ ചെയ്യുന്നത് അല്ലേ. അതായത് ഒരു വെബ് ബ്രൗസർ എടുക്കണു, നമ്മളൊരു റിക്വസ്റ്റ് URL കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ഇതിൻ്റെ കറസ്പോണ്ടിങ് ഇത് കിട്ടിയിട്ടുണ്ടെങ്കിൽ ലോഗിൻ പേജ് ആയിരിക്കും വരുന്നുണ്ടായിരിക്കും അല്ലേ. അപ്പോൾ ഇത് ക്ലയൻറ്റ് സൈഡിലാണ് നടക്കുന്നത് അല്ലേ. അപ്പോൾ ഈ ക്ലയൻറ്റ് സൈഡിൽ നടക്കുമ്പോൾ നമ്മൾ യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുക്കണം അല്ലേ. ദെൻ നമ്മൾ ലോഗിൻ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്താ നടക്കണത്, നമ്മൾ കൊടുത്ത റിക്വസ്റ്റ്, അതായത് യൂസർ നെയിമും പാസ്വേഡും എന്താണോ അല്ലേ അത് മാച്ചിങ് ആണോ എന്നുള്ളതൊരു പ്രോസസ്സ് നടക്കുന്നുണ്ട് അവിടെ അല്ലേ. സർവർ സൈഡിൽ പോണു, നമ്മളെ യൂസർ നെയിമും പാസ്വേഡും മാച്ചിങ് ആണോ എന്നൊക്കെ ചെക്ക് ചെയ്യുന്നുണ്ടായിരിക്കും അല്ലേ. മാച്ചിങ് ആണെന്നുണ്ടെങ്കിൽ എന്താ അല്ലേ നമുക്കൊരു മെസ്സേജ് കിട്ടും അല്ലേ. മെസ്സേജ് മീൻസ് നമ്മൾ എന്താണോ റിക്വസ്റ്റ് ചെയ്തത് അതിൻ്റെ കറസ്പോണ്ടിങ് പേജ് നമുക്ക് കിട്ടും. ഇനിയിപ്പോൾ മാച്ച് അല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഒരു എറർ മെസ്സേജ് പോലെ കാണിക്കും അല്ലേ. പ്ലീസ് എൻ്റർ യൂസർ നെയിം അല്ലെങ്കിൽ ലോഗിൻ ഫെയിൽഡ് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജുകൾ കാണാറുണ്ട്. അതായത് ഈ ഒരു സൈറ്റ് തന്നെ, അതായത് ഈ ഒരു സൈറ്റ് ഇപ്പോൾ നമ്മൾ സപ്പോസ് ആമസോൺ എന്ന് പറഞ്ഞ സൈറ്റ് തന്നെ അല്ലേ, ഇത് ഒരുപാട് ക്ലയൻറ്റുകൾ യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും ഇല്ലേ. ആമസോൺ എന്ന് പറഞ്ഞ സൈറ്റ് നമുക്ക് അറിയാം അല്ലേ. അത് എന്താ പറയുക, ഒരുപാട് പേര് യൂസ് ചെയ്യുന്നുണ്ടായിരിക്കും. അപ്പോൾ എന്താ ചെയ്യുന്നത്, ഇതിൽ നിന്നുള്ള റിക്വസ്റ്റുകളൊക്കെ എവിടെയാണ് ചെല്ലണത്, ആ കറസ്പോണ്ടിങ് സെർവറിലേക്ക് ചെല്ലണു അല്ലേ. അപ്പോൾ ആ സെർവറിലേക്ക് ചെല്ലുമ്പോൾ ഓരോ ടൈമിലും ഓരോ ക്ലയൻറ്റും കൊടുക്കുന്ന യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണോ എന്നിങ്ങനെ വാലിഡേഷൻ ചെയ്യേണ്ടി വരും, അവിടെ ചെക്ക് ചെയ്യേണ്ടി വരും അല്ലേ. ചെക്ക് ചെയ്യേണ്ടി വരുമ്പോൾ എന്താ നടക്കുന്നത്, അവിടെ നമ്മൾ ഓരോ ക്ലയൻറ്റ് കൊടുക്കുന്നതും നമ്മൾക്ക് ചിലപ്പോൾ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റിനെ ക്യൂ ആക്കേണ്ടി വരും. അതായത് നമ്മൾ ക്യൂവിലായിരിക്കും ചിലപ്പോൾ അതായത് നമ്മളുടെ റിക്വസ്റ്റ് കൊടുക്കേണ്ടായിരിക്കുക. കാരണം ആരാണോ ആദ്യം യൂസർ നെയിമും പാസ്വേഡും കൊടുക്കണം അവർക്ക് അല്ലേ. അപ്പോൾ അവിടെ ഒരു ക്യൂ വരും, അതായത് ഒരു ഡിലേ വരും, ഒരു ട്രാഫിക് ഡിലേ എന്ന് പറയുന്ന കൺസെപ്റ്റ് വരും. എങ്ങനെയാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന റിക്വസ്റ്റ് സർവർ സൈഡിൽ പോയിട്ടാണ് ചെക്കിങ് നടക്കണമെന്നുണ്ടെങ്കിൽ. ഓക്കെ, അപ്പോൾ അത് സർവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ സർവറിന് എന്ത് ചെയ്യും, അതിൻ്റെ യൂസർ നെയിം നമ്മൾ എൻ്റർ ചെയ്ത യൂസർ നെയിമും പാസ്വേഡും കറക്റ്റ് ആണോ നോക്കുക. എന്നിട്ടാണ് ആ കറസ്പോണ്ടിങ് അല്ലേ നമ്മൾ ഇപ്പോൾ റിക്വസ്റ്റ് കൊടുത്ത വെബ് പേജ് എന്താണോ അത് തരുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇത് നമ്മൾ പറഞ്ഞത് സർവർ സൈഡിലാണ് അല്ലേ നമ്മൾ കൊടുത്ത റിക്വസ്റ്റ്, അതായത് യൂസർ നെയിമും പാസ്വേഡും സർവർ സൈഡിൽ പോയിട്ട് ചെക്കിങ് നടക്കണം അല്ലേ. സർവറിൽ പോയിട്ടാണ്, സർവറിലായിരിക്കും നമ്മൾ ഓൾറെഡി നമുക്ക് തന്നിട്ടുള്ള പാസ്വേഡും യൂസർ നെയിമും സേവ് ചെയ്തിട്ടുണ്ടായിരിക്കും, അവിടെ പോയിട്ട് ചെക്ക് ചെയ്യണം. ഓക്കെ, അപ്പോൾ ഇനി അതിന് പകരം നമ്മൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ആണെന്നുണ്ടെങ്കിൽ, അതായത് നമ്മളുടെ ഈ വാലിഡേഷൻ ക്ലയൻറ്റിൽ തന്നെയാണ് ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അതായത് നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡും നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ തന്നെ ഉണ്ടെന്ന് വിചാരിക്കുക. ഓക്കെ, ക്ലയൻറ്റ് സൈഡ് ബ്രൗസറിൽ തന്നെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് ബ്രൗസറിൽ തന്നെ ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നമ്മൾ അതിന് പർട്ടിക്കുലർ സ്ക്രിപ്റ്റിംഗ് അല്ല, ഇതൊക്കെ നമ്മൾ കോഡ് എഴുതിയിട്ടാണ് ഈ സംഭവങ്ങളൊക്കെ വർക്ക് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ല. അല്ലാതെ നമ്മളിങ്ങനെ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ നമുക്ക് റിക്വസ്റ്റ് വരുന്നു അല്ലേ. ഇതിൻ്റെയൊക്കെ ബാക്ക്ഗ്രൗണ്ടിൽ എന്താ നടക്കുന്നത്, ഒരുപാട് കോഡിങ്ങുകൾ നടക്കുന്നുണ്ട്. കോഡ് എഴുതിയിട്ടാണ് അതിന് പർട്ടിക്കുലർ ആ റിക്വസ്റ്റും കാര്യങ്ങളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും പോണത്. അപ്പോൾ നമ്മൾ ഇവിടെ എന്ത് ചെയ്തു, യൂസർ നെയിമും പാസ്വേഡ് എൻ്റർ ചെയ്ത് കൊടുത്തു. ദെൻ നമ്മൾ ലോഗിൻ ബട്ടൺ ക്ലിക്ക് ചെയ്തിട്ട് നമുക്ക് വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമുക്ക് എന്ത് കിട്ടുന്നുണ്ട് അല്ലേ, ഒരു മെസ്സേജ് കറക്റ്റ് ആണെന്നുണ്ടെങ്കിൽ അങ്ങോട്ട് പോവല്ല എന്നുണ്ടെങ്കിൽ വിത്തിൻ സെക്കൻഡ്സിൽ തന്നെ നമുക്ക് ഒരു മെസ്സേജ് എറർ മെസ്സേജ് വരും അല്ലേ. എറർ മെസ്സേജ് വരുന്നത് എങ്ങനെയാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, അതായത് നമ്മൾ
ഇവിടെ നോക്കുക കാണുന്നുണ്ടായിരിക്കും റെസ്പോൺസ് ഫ്രം ക്ലയൻറ്റ് ബ്രൗസർ. അതായത് നമ്മളുടെ ഈ വാലിഡേഷൻ ക്ലയൻറ്റ് സൈഡിൽ തന്നെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഓക്കെ, ക്ലയൻറ്റ് സൈഡിൽ തന്നെയാണ് ചെയ്യുന്നതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ സർവറിലേക്ക് പോകണ്ട അല്ലേ, സർവറിനെ അധികം ബിസി ആക്കേണ്ട ആവശ്യമില്ല. കാരണം എന്താ ക്ലയൻറ്റ് സൈഡിൽ തന്നെ, അതായത് നമ്മളുടെ യൂസർ നെയിമും പാസ്വേഡ് ഉണ്ടെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുന്നു അല്ലേ, വെബ് സർവറിൽ പോയിട്ട് സർവറിനെ ബിസി ആക്കേണ്ട ആവശ്യമില്ല അല്ലേ. ഒരുപാട് ക്ലയൻറ്റുകൾ അറ്റ് ടൈമിൽ ഇങ്ങനെ റിക്വസ്റ്റുകൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്, അപ്പോൾ സർവർ ബിസി ആവും. അപ്പോൾ നമ്മൾ ക്ലയൻറ്റ് സൈഡിൽ തന്നെ വാലിഡേഷൻ നടക്കാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്കൊന്ന് ആലോചിച്ച് നോക്കിയേ, നമുക്ക് ക്വിക്കായിട്ട് റെസ്പോൺസ് കിട്ടും അല്ലേ. നമ്മൾ കൊടുത്തത് യൂസർ നെയിമും പാസ്വേഡും ഒക്കെ കറക്റ്റ് ആണോ, അതാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. എന്താ കണ്ടാ, പ്ലീസ് എൻ്റർ യൂസർ നെയിം. അതായത് നമ്മൾക്ക് എന്താ ഇവിടെ നടക്കുന്നത്, ക്ലയൻറ്റ് സർവർ സൈഡിലേക്ക് പോവാതെ ഇത് എന്താ വാലിഡേഷനൊക്കെ ക്ലയൻറ്റ് സൈഡിൽ തന്നെ നടത്തിക്കൊണ്ടിരിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ സർവറിനെ ബിസി ആക്കേണ്ട ആവശ്യമില്ല. നമുക്ക് എന്താ നമ്മൾ കൊടുത്ത യൂസർ നെയിം വാലിഡേഷൻ ക്ലയൻറ്റിൻ്റെ സൈഡിൽ തന്നെ ചെക്ക് ചെയ്തിട്ട് നമുക്ക് എന്താ ക്വിക്കായിട്ട് റെസ്പോൺസ് കിട്ടണം. ഓക്കെ, ഇതാണ് നമ്മളെന്താ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ ഒരു അഡ്വാൻറ്റേജ് പറഞ്ഞതാണ് അല്ലേ. അതായത് യൂസേഴ്സിന് എന്ത് കിട്ടണു, ക്വിക്കായിട്ട് റെസ്പോൺസ് കിട്ടും. അതായത് ഇങ്ങനത്തെ വാലിഡേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സർവർ സൈഡ് ചെയ്യാതെ നമ്മൾ എന്താ ക്ലയൻറ്റ് സൈഡിൽ തന്നെ സ്ക്രിപ്റ്റ് വെച്ചിട്ട് എന്ത് ചെയ്യുന്നു, വാലിഡേഷൻ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടുന്നു, ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് കിട്ടണം. ഓക്കെ, അപ്പോൾ അതിനൊരു എക്സാമ്പിൾ, ആ ക്വിക്കായിട്ടുള്ള റെസ്പോൺസ് എങ്ങനെയാണ് കിട്ടണമെന്നുള്ളതിനൊരു എക്സാമ്പിൾ പറഞ്ഞതാണിത്. ഓക്കെ, നമ്മൾ വാലിഡേഷൻ യൂസർ നെയിമും പാസ്വേഡും കൊടുത്തിട്ട് അല്ലേ ചെയ്യുന്നു. അപ്പോൾ നമ്മളിപ്പോൾ യൂസർ നെയിം അങ്ങനത്തെ കാര്യങ്ങളൊന്നും എൻ്റർ ചെയ്തില്ല, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് വിത്തിൻ സെക്കൻഡിൽ തന്നെ നമുക്ക് എന്താ മെസ്സേജ് വരുന്നുണ്ടല്ലേ. അതൊക്കെ എന്താ ക്ലയൻറ്റിൻ്റെ സൈഡിൽ തന്നെയാണ് അങ്ങനത്തെ വാലിഡേഷനും കാര്യങ്ങളും ചെയ്യുന്നത്. ഓക്കെ, ഇനി സർവറിൻ്റെ സൈഡിൽ പോയിട്ട് ചെയ്യേണ്ട കാര്യങ്ങളുണ്ടായിരിക്കും. സർവറിൽ പോയിട്ട് സർവർ സൈഡിൽ പോയിട്ട് എന്താ അതിൻ്റെ ഇത് വെച്ചിട്ട് മാച്ചിങ് അങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യണ്ടായിരിക്കും. അതൊക്കെ സർവർ സൈഡിൽ എന്തായാലും ചെയ്യേണ്ട കാര്യങ്ങൾ. ഇവിടെ നമ്മൾ കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ എന്താ ക്ലയൻറ്റ് സൈഡിൽ, അതായത് സർവറിനെ ബിസി ആക്കാതെ ക്ലയൻറ്റ് സൈഡിൽ തന്നെ ചെയ്യേണ്ടായിരിക്കും. ഓക്കെ, അപ്പോഴാണ് നമുക്ക് എന്താ ക്വിക്ക് റെസ്പോൺസ് കിട്ടണം. അപ്പോൾ അങ്ങനെ ക്ലയൻറ്റ് സൈഡിൽ ചെയ്യേണ്ട കാര്യങ്ങൾ എഴുതാൻ വേണ്ടി നമ്മൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകൾ യൂസ് ചെയ്യേണ്ടത്. അത് കുറേ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജുകളുണ്ട് ക്ലയൻറ്റ് സൈഡ്. അതെന്തൊക്കെയാണെന്ന് നമ്മൾ ഇനി കാണും. ഈ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ഇനി എന്താണെന്ന് പഠിക്കുന്നുണ്ട് നമ്മൾ. അതിൽ പറയും നമ്മൾ എന്തൊക്കെയാണ് ക്ലയൻറ്റ് സൈഡിൽ യൂസ് ചെയ്യുന്നത്, എന്തൊക്കെയാണ് സർവർ സൈഡിൽ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്താണെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമ്മൾ നെക്സ്റ്റ് പറഞ്ഞതാണ് എന്ത്, സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. ക്ലയൻറ്റ് സൈഡും ഉണ്ട് സർവർ സൈഡും ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും, സർവറിൻ്റെ സൈഡിൽ എക്സിക്യൂട്ട് ചെയ്യുന്നതായിരിക്കും അല്ലേ. നമ്മളെന്താ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കണോ, ആ റിക്വസ്റ്റിനെ എന്ത് ചെയ്യുന്നു അതായത് സർവർ ആയിരിക്കും, വെബ് സർവർ ആയിരിക്കും എന്ത് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, എന്നിട്ട് തിരിച്ചെന്താ ഒരു റെസ്പോൺസ് ക്ലയൻറ്റിന് കൊടുക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്കറിയാം എന്താ ഈ ഇങ്ങനത്തെ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്യുന്നത് എന്തിനാണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡൈനാമിക് വെബ് പേജുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. നമ്മൾ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സ്റ്റാറ്റിക് ആയിട്ടുണ്ട്, ഡൈനാമിക് ആയിട്ടുണ്ട്. ഡൈനാമിക് ആയിട്ടെന്ന് പറഞ്ഞപ്പോൾ നമ്മൾ എന്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഓരോ ടൈം അതിൻ്റെ കണ്ടന്റുകൾ എന്താ ചേഞ്ച് വരും എന്ന് പറഞ്ഞു അല്ലേ. അതായത് ഓരോ ടൈം അതിന് എന്താ ചേഞ്ച് വന്നിട്ട് നമുക്ക് കിട്ടുന്നത് എന്താ അനദർ വെബ് പേജ് തന്നെയാണ് അറ്റ് എ ടൈമിൽ കിട്ടിക്കൊണ്ടിരിക്കുക. അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടാണ് എന്ത് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് നമ്മൾ യൂസ് ചെയ്യുന്നത്. എന്തിനു വേണ്ടിയിട്ട്, ഡൈനാമിക് വെബ് പേജസിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, പിന്നെ നമ്മൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ സ്ക്രിപ്റ്റ്, അതായത് സർവർ സൈഡ് സ്ക്രിപ്റ്റ്സ് ആർ എക്സിക്യൂട്ടഡ് ഇൻ ദ സർവർ ആർ കോൾഡ് സർവർ സൈഡ് സ്ക്രിപ്റ്റ്. നമ്മൾ സർവർ എക്സിക്യൂട്ട് ചെയ്യുന്ന സ്ക്രിപ്റ്റുകൾ ഏതാണോ അതിനെയാണ് നമ്മൾ എന്ന് പറയുക സർവർ സൈഡ് സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ സർവർ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും അല്ലേ. ആ ഔട്ട്പുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്തുട്ടാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു HTML ഫയൽ തന്നെയായിരിക്കും. അതായത് ഇൻ ദ ഫോം ഓഫ് HTML തന്നെയായിരിക്കും, വിച്ച് ഈസ് അഗെയിൻ സെൻഡ് ബാക്ക് ടു ദ ക്ലയൻറ്റ്. അപ്പോൾ നമുക്ക് എന്താ സർവറിൻ്റെ നമ്മളൊരു ക്ലയൻറ്റിൽ നിന്ന് എന്താ റിക്വസ്റ്റ് കൊടുക്കണു അല്ലേ, വെബ് സർവറിലേക്ക് പോകണു. ദെൻ വെബ് സർവറിലാണ് എന്ത് അതിൻ്റെ കാര്യങ്ങളൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഈ സ്ക്രിപ്റ്റൊക്കെ എക്സിക്യൂട്ട് ചെയ്തിട്ട് എന്ത് ചെയ്യുന്നു അതിന് എന്താ അപ്പോൾ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഔട്ട്പുട്ടായിട്ട് വരും അല്ലേ. ഒരു ഔട്ട്പുട്ട് എന്തായാലും കിട്ടുന്നുണ്ടായിരിക്കും. ആ ഔട്ട്പുട്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എന്താ ഒരു HTML ഫയലിൽ തന്നെയായിരിക്കും, ഒരു ഫോർമാറ്റ് തന്നെയായിരിക്കും, ഫയലായിരിക്കും. അതിന് അഗെയിൻ എന്ത് ചെയ്യുന്നു സർവർ തിരിച്ച് എന്ത് ചെയ്യുന്നു ക്ലയൻറ്റിന് സെൻഡ് ചെയ്ത് കൊടുക്കണം. ഓക്കെ, അപ്പോൾ ഇത് നമ്മൾ പറഞ്ഞ എന്താ അപ്പോൾ അങ്ങനെ അതിനെയാണ് നമ്മൾ എന്ന് പറഞ്ഞിരുന്നത് അല്ലേ. സർവറിൻ്റെ സൈഡിൽ നമ്മൾ എന്ത് ചെയ്യുന്നു ഓരോ പ്രാവശ്യം സർവറിൽ പോയിട്ട് നമുക്ക് എന്താ പുതിയ വെബ് പേജുകൾ കിട്ടണമെന്ന് പറഞ്ഞു അല്ലേ. ഇത് തന്നെയാണ് എന്ത് നമ്മൾ പറഞ്ഞത് ഡൈനാമിക് വെബ് പേജസ് അല്ലേ. സ്റ്റാറ്റിക് ഉണ്ട് ഡൈനാമിക് ഉണ്ടെന്ന് പറഞ്ഞപ്പോൾ ഡൈനാമിക് വെബ് പേജസ് പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ സർവറിൽ പോയിട്ട് എന്താ അല്ലേ ഓരോ പ്രാവശ്യം സർവറിൽ പോയിട്ട് അതിൽ നിന്ന് നമുക്ക് എന്താ ന്യൂ വെബ് പേജസ് ആണ് കിട്ടുന്നുണ്ടായിരിക്കുക, പ്രൊഡ്യൂസ് ചെയ്യണതെന്ന് പറഞ്ഞു. ഇത് തന്നെയാണ് എന്ത് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എന്നും പറയുന്നത്. ഓക്കെ, അപ്പോൾ നമ്മളിനി സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണ് എന്ത്
മെയിനായിട്ട് യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണ് പേൾ, PHP, ASAP, JSP, അങ്ങനെ കുറച്ച് ലാംഗ്വേജുകൾ. ഇതൊക്കെ എന്തൊക്കെയാണെന്നുള്ളത് നമ്മളിനി ഡീറ്റെയിൽ ആയിട്ട് നെക്സ്റ്റ് വീഡിയോയിൽ കാണും. ഓക്കെ, ഇപ്പോൾ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ജസ്റ്റ് എന്ന് പറഞ്ഞിരിക്കുക. PHP ഒക്കെ കേട്ടിട്ടുണ്ടായിരിക്കും അല്ലേ. JSP, PHP, ദെൻ ASAP, പേൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഇപ്പോൾ ഒരുപാട് ഇങ്ങനത്തെ മറ്റ് കമ്പ്യൂട്ടർ സെൻറ്ററുകൾ അങ്ങനെ അവരുടെ ബോർഡിലൊക്കെ കാണാറുണ്ട് പേൾ അല്ലേ. ഇത് പഠിപ്പിക്കുന്ന കാര്യങ്ങൾ അവരുടെ കോഴ്സുകളൊക്കെ കാണുമ്പോൾ PHP പഠിപ്പിക്കുന്നു, പേൾ പഠിപ്പിക്കുന്നു അങ്ങനെയൊക്കെ പറഞ്ഞിട്ട്. അപ്പോൾ നമുക്ക് കേട്ടിട്ടും ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടുള്ളതാണ്. അപ്പോൾ നമുക്ക് അന്നറിഞ്ഞില്ലേ, പക്ഷെ നമ്മളിപ്പോൾ കണ്ടിട്ടുണ്ടെങ്കിൽ നമുക്ക് മനസ്സിലാവില്ല ഇതൊക്കെ എന്തിനാന്നുള്ളത്. അതായത് ഡൈനാമിക് വെബ് പേജസ്, അതായത് സർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന ലാംഗ്വേജസ് ആണുള്ളത്. ഓക്കെ, അപ്പോൾ ഇനി ഇതിനൊരു പിക്ചർ ഉണ്ട് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നുള്ളത്. അതായത് ഒരു ക്ലയൻറ്റ് അല്ലേ, ക്ലയൻറ്റ് എന്ന് പറഞ്ഞാൽ ക്ലയൻറ്റ് റിക്വസ്റ്റ് കൊടുക്കണോ. എങ്ങനെ റിക്വസ്റ്റ് കൊടുക്കണോ? നമുക്കറിയാം വെബ് ബ്രൗസർ വഴിയാണ് റിക്വസ്റ്റ് കൊടുക്കുന്നത് അല്ലേ. അപ്പോൾ നമ്മളുടെ റിക്വസ്റ്റ് എങ്ങനെ പോണു, എവിടേക്ക് പോണു? സർവറിലേക്കാണ് പോണത്. ഓക്കെ, അപ്പോൾ നമ്മൾ ഡൈനാമിക് വെബ് പേജസിൻ്റെ കേസിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവർ സൈഡിൽ എന്തുണ്ടായിരിക്കും എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. സർവർ സൈഡിൽ എന്തുണ്ടായിരിക്കും? സർവറിൻ്റെ ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. സർവറിൽ വരുന്ന അതായത് കോഡുകളൊക്കെ എക്സിക്യൂട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് അവിടെ പെർട്ടിക്കുലർ സർവർ, അതായത് അതിന് വേണ്ടിയിട്ടുള്ള ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് ഉണ്ടായിരിക്കും. ദെൻ നമ്മൾ ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഒരു സർവർ സൈഡ് സ്ക്രിപ്റ്റ് ആണ് എന്ത്? PHP എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ആണ് കാണിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ PHP എന്ന് പറഞ്ഞ സ്ക്രിപ്റ്റ് ഉണ്ട്. അപ്പോൾ നമ്മളുടെ കറസ്പോണ്ടിങ് എന്താ? സർവർ സൈഡിലുള്ള സ്ക്രിപ്റ്റ് അല്ലേ, നമ്മൾ എഴുതിയിരിക്കുന്ന ലാംഗ്വേജ് ആണ് എന്ത്? PHP. അതിനെ നമ്മൾ എന്ത് ചെയ്യുന്നു? PHP സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ആ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്ന ടൈമിൽ നമുക്ക് എന്ത് വേണ്ടി വരും? ചിലപ്പോൾ പെർട്ടിക്കുലർ ഡാറ്റനെ ആക്സസ് ചെയ്യേണ്ട കേസ് വരും. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു ഡൈനാമിക് വെബ് പേജസിൻ്റെ കേസ് പറഞ്ഞിട്ടുണ്ടായിരുന്നു സർവറിൽ ഡാറ്റ എവിടെയാണ് സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക? ഡാറ്റാബേസിലാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു അല്ലേ. ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡാറ്റാബേസിൽ നമ്മൾ ഒരുപാട് ഡാറ്റാബേസ് കൺസെപ്റ്റുകളുണ്ട്. MySQL, ഇനി അതും നമ്മൾ നെക്സ്റ്റ് ലെസനൊക്കെ ആയിട്ട് പഠിക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ MySQL എന്ന് പറഞ്ഞൊരു ഡാറ്റാബേസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. എന്തിനു വേണ്ടിയിട്ട്? ഡാറ്റേനെ സ്റ്റോർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ നമ്മൾ ഇവിടെ പറഞ്ഞത് യൂസർ നെയിമും പാസ്വേഡൊക്കെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. ഈ യൂസർ നെയിമും പാസ്വേഡൊക്കെ എവിടെയാണ്? സർവറിൽ ഡാറ്റാബേസിലായിരിക്കും സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കുക. അപ്പോൾ നമുക്ക് സർവർ സൈഡിൽ പ്രോഗ്രാംസ് അല്ലെങ്കിൽ സർവർ സൈഡിൻ്റെ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റേനെ ആക്സസ് ചെയ്യാൻ വേണ്ടി വരും. അതിലേക്ക് ഡാറ്റേനെ അല്ലേ റിട്രീവ് മീൻസ് അതിലേക്ക് ഡാറ്റേനെ കൊടുക്കേണ്ടി വരും. അതിൽ നിന്ന് ഡാറ്റേനെ എടുക്കാൻ വേണ്ടി വരും. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. PHP എന്ന് പറഞ്ഞ ലാംഗ്വേജ്, സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വെച്ചിട്ട് ഇവിടെ സ്ക്രിപ്റ്റ് ചെയ്തിട്ടുണ്ട്. ദെൻ ഡാറ്റേനെ എടുക്കും. പിന്നെന്താ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം തിരിച്ചെന്താ അല്ലേ നമ്മളുടെ ആപ്ലിക്കേഷൻ പ്രോഗ്രാം ക്ലയൻറ്റിന്, അതായത് സർവർ തിരിച്ച് ക്ലയൻറ്റിന് ഒരു റിക്വസ്റ്റ് കൊടുക്കുന്നുണ്ട് അല്ലേ. നമ്മൾ പറഞ്ഞു അങ്ങനെ കൊടുക്കണ ഇതെങ്ങനെയായിരിക്കും? ഇതിൻ്റെ ഔട്ട്പുട്ട് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അഗെയിൻ ഒരു HTML ഫയൽ തന്നെയായിരിക്കും. ആ HTML ഫയലാണ് എന്ത്? സർവർ തിരിച്ച് ക്ലയൻറ്റിന് കൊടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇവിടെ സർവർ സൈഡ് കാണിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? സർവർ സൈഡിൽ യൂസ് ചെയ്ത പ്രോഗ്രാം കാണിച്ചു അല്ലേ, ഏത് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണെന്ന് കാണിച്ചു. ദെൻ നമ്മൾ പറഞ്ഞു സർവർ സൈഡിൽ എന്ത് ചെയ്യണം എന്ന് പറഞ്ഞു? ഇങ്ങനത്തെ സ്ക്രിപ്റ്റിങ്ങിനെ എക്സിക്യൂട്ട് ചെയ്യണമെന്നുണ്ടെങ്കിൽ അതിന് പെർട്ടിക്കുലർ ആപ്പുകൾ വേണം, അതായത് ആപ്ലിക്കേഷൻ പ്രോഗ്രാംസ് വേണം. അതുവഴിയാണ് നമ്മൾ അതിനൊക്കെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ അങ്ങനത്തെ ഒരു കൺസെപ്റ്റ് വരുമ്പോൾ അവിടെ നമുക്ക് സർവർ സൈഡ് എന്ന് പറയുമ്പോൾ തന്നെ അവിടെ ഡാറ്റ സ്റ്റോർ ചെയ്തിട്ടുണ്ടല്ലേ സർവറിൽ. അപ്പോൾ ഡാറ്റേനെ എന്ത് വേണ്ടി വരും? ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലാണ് ഡാറ്റേനെ നമ്മൾ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അപ്പോൾ നമുക്ക് ഡാറ്റേനെ അല്ലേ അതിൽ നിന്ന് നമുക്ക് റിട്രീവ് ചെയ്യാൻ വേണം, അതിലേക്ക് ഡാറ്റേനെ കൊടുക്കാൻ വേണ്ടി വരും. ഓക്കെ, അപ്പോൾ ഇതിനൊരു എക്സാമ്പിൾ പറയാമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളുടെ SSLC എക്സാം റിസൾട്ട് നോക്കണു അല്ലേ. SSLC എക്സാം റിസൾട്ട് നോക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുന്നു? കറസ്പോണ്ടിങ് ആ പേജ് അല്ലേ നമ്മളുടെ സൈറ്റ് അടിച്ച് കൊടുക്കണു, അതായത് URL കൊടുക്കണു. ദെൻ നമുക്കൊരു ഒരു വെബ് പേജ് കിട്ടണു അല്ലേ. വെബ് പേജ് കിട്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു? അതിലെഗെയിൻ നമ്മളുടെ ഡീറ്റെയിൽസ് കൊടുത്തു അല്ലേ. ഡീറ്റെയിൽസ് കൊടുക്കുമ്പോൾ പിന്നെ കിട്ടുന്നത് എന്താ? അപ്പോൾ അവിടെ വീണ്ടും എഗെയിൻ ഒരു റിക്വസ്റ്റ് കൊടുക്കുമ്പോൾ നമുക്ക് പിന്നെ കിട്ടുന്നത് എന്താ? ആ സെയിം വെബ് പേജ് ആയിരിക്കില്ല അല്ലെ, അതിലെ കണ്ടന്റ് ചേഞ്ച് ചെയ്ത് വന്നു അല്ലേ. ദാറ്റ് മീൻസ് ഇറ്റ് ഈസ് ഡൈനാമിക് വെബ് പേജസ് അല്ലേ. നമ്മൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഡൈനാമിക് വെബ് പേജ് ആണ്. അപ്പോൾ നമുക്ക് നമ്മൾ ഇവിടെ നിന്ന് കൊടുക്കുന്ന ഡാറ്റ, അതായത് നമ്മളിപ്പോൾ ഡാറ്റ കൊടുക്കുന്നുണ്ടായിരിക്കുക? നമ്മളുടെ രജിസ്റ്റർ നമ്പറും പിന്നെ ഡേറ്റ് ഓഫ് ബർത്തുമാണ് നമ്മൾ ഡാറ്റ ആയിട്ട് കൊടുത്തിട്ടുണ്ടായിരിക്കുക അല്ലേ. അപ്പോൾ ഈ ഡാറ്റകളൊക്കെ എവിടെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും? ആ പെർട്ടിക്കുലർ സർവറിൻ്റെ അല്ലേ സർവറിൽ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. ആ സർവറിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിൽ ഡാറ്റാബേസിലായിരിക്കും ഈ ഡാറ്റകളൊക്കെ സ്റ്റോർ ചെയ്തിട്ടുണ്ടായിരിക്കും. അതായത് SSLC എക്സാം എഴുതിയ കുട്ടികളുടെ ഡാറ്റ ഫുൾ ഡാറ്റാബേസിൽ ഉണ്ടായിരിക്കും. ഓക്കെ, അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഇനി
നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിന് അല്ലേ, നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസ് ആ സെർവറിൽ പോയിട്ട് എന്താ അവിടെ പോയിട്ടാണ് എക്സിക്യൂട്ട് ചെയ്യുന്നത് അല്ലേ. നമ്മൾ കൊടുത്ത ഡീറ്റെയിൽസിലുള്ള കുട്ടി ഉണ്ടോ അല്ലേ, ആ ഡാറ്റാബേസിൽ അങ്ങനെ ഒരു ഡാറ്റ ഉണ്ടോ, അല്ലെങ്കിൽ ആ കുട്ടി പാസ്സായിട്ടുണ്ടോ, ഫെയിൽഡ് ആണോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ എന്താ നമ്മൾ കൊടുത്ത ഡാറ്റാനെ ബേസ് ചെയ്തിട്ട് അവിടെ സെർവർ സൈഡിൽ സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടാവും, കോഡ് എഴുതിയിട്ടുണ്ടായിരിക്കും. ആ കോഡാണ് അവിടെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ദെൻ അങ്ങനെ എക്സിക്യൂട്ട് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, ആ കുട്ടിയുടെ നമ്മൾ ആരുടെ ഡീറ്റെയിൽസ് ആണ് കൊടുത്ത ആ പെർട്ടിക്കുലർ ഒരാളുടെ ഡീറ്റെയിൽസ് എന്തായാലും ഔട്ട്പുട്ടായിട്ട് നമുക്ക് കിട്ടും അല്ലേ. ദെൻ അങ്ങനെ കിട്ടുന്ന ഔട്ട്പുട്ടിനെ നമ്മൾ എന്ത് ചെയ്യുന്നു, അഗെയിൻ ക്ലയൻറ്റിന് തിരിച്ചു കൊടുക്കണം. അപ്പോഴാണ് നമുക്ക് എന്ത് നമ്മളുടെ റിസൾട്ട് വ്യൂ ചെയ്യുന്നത് അല്ലേ ബ്രൗസറിൽ. അപ്പോൾ അവിടെ എന്താ നടക്കുന്നത്, നമ്മൾ ആദ്യം കൊടുത്ത വെബ് പേജ് അല്ല നമുക്ക് പിന്നെന്താ വരുന്നത് അല്ലേ, അതായത് കണ്ടന്റുകൾ ഇങ്ങനെ ചേഞ്ച് ചെയ്ത് വരുന്നുണ്ട്. ദാറ്റ് മീൻസ് ഡൈനാമിക് വെബ് പേജസ് ആണ് അല്ലേ. അപ്പോൾ അങ്ങനത്തെ ഡൈനാമിക് വെബ് പേജസ് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് സെർവർ സൈഡ് സ്ക്രിപ്റ്റ് എഴുതണതെന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ എന്ത് ഇപ്പോൾ ഇങ്ങനത്തെ SSLC എക്സാംസിൻ്റെ അല്ലേ, അല്ലെങ്കിൽ നമ്മളിപ്പോൾ വേറെ എന്തെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ് അങ്ങനത്തെ ബാങ്കിൻ്റെ സൈറ്റുകൾ അല്ലേ, ഇതൊക്കെ നമുക്കറിയാം എന്താ ഡൈനാമിക് വെബ് പേജസ് ആണ്. അതായത് സെർവറിൻ്റെ സൈഡിലാണ് എന്ത് അതിന് സ്ക്രിപ്റ്റ് എഴുതിയിട്ടുണ്ടായിരിക്കാം, കോഡ് എഴുതിയിട്ടുണ്ടായിരിക്കും. സെർവറിൻ്റെ സൈഡിൽ പോയിട്ടാണ് അവിടെ എന്ത് എക്സിക്യൂഷനും കാര്യങ്ങളും നടക്കുന്നുണ്ടായിരിക്കാം. ഓക്കെ, അപ്പോൾ നമ്മൾ പറഞ്ഞു എന്താ മെയിനായിട്ട് യൂസ് ചെയ്യുന്നത് പേൾ, PHP, ASP, JSP അങ്ങനെയൊക്കെ പറഞ്ഞിട്ടുള്ള സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജസ് ആണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് ഡിസ്കസ് ചെയ്ത 2 ടോപ്പിക്സും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. എന്താ സ്ക്രിപ്റ്റ് അല്ലേ, സ്ക്രിപ്റ്റ് ഓൾറെഡി ജസ്റ്റ് എന്താന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ദെൻ ആ സ്ക്രിപ്റ്റ് എന്താന്ന് പറഞ്ഞു അതിനെ 2 ടൈപ്പിൽ നമ്മൾ ഡിവൈഡ് ചെയ്യുന്നുണ്ട് അല്ലേ. സ്ക്രിപ്റ്റ് എഴുതുന്നത് നമ്മൾ സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് വെച്ചിട്ടാന്ന് പറഞ്ഞു. 2 ടൈപ്പിലുള്ള സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ഉണ്ടെന്ന് പറഞ്ഞു, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ്. അപ്പോൾ 2 ടോപ്പിക്കും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ഇനി നമ്മളിവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ഒരു കമ്പാരിസൺ ആണ് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ ഈ പറഞ്ഞ സംഭവങ്ങൾ മനസ്സിലായിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ ഈ ഒരു കമ്പാരിസൺ നമുക്ക് ക്ലിയർ ആവും. ഓക്കെ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങും സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. ടോപ്പിക് എന്നല്ല, ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ക്വസ്റ്റ്യൻ ആണിത്, കമ്പാരിസൺ ബിറ്റ്വീൻ. അതായത് കമ്പയർ ക്ലയൻറ്റ് സൈഡ് ആൻഡ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ്. അതിൽ മുന്നേ നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു എന്താ കമ്പയർ സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസ് അല്ലേ. ഇതിൽ ഏതെങ്കിലും 2 ക്വസ്റ്റ്യനിൽ ഏതെങ്കിലും ഒരെണ്ണം ഓൾട്ടർനേറ്റീവ് ആയിട്ട് ഇങ്ങനെ ചോദിച്ച് കാണുന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഓക്കെ, ജസ്റ്റ് 3-4 പോയിന്റ് ഉള്ളൂ. ഈ ടേബിൾ പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്താ 3 മാർക്ക് 2 മാർക്ക് അല്ലെങ്കിൽ 3 മാർക്കിൻ്റെയാണ് മിക്കവാറും കാണാറ്. ഓക്കെ, അപ്പോൾ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കാണ്. അപ്പോൾ ഈ ടേബിൾ നമ്മുടെ ടെക്സ്റ്റിലുള്ള സെയിം ടേബിൾ തന്നെയാണ്, 4 പോയിന്റിൻ്റെ ടേബിൾ പഠിക്കുക നന്നായിട്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് പോയിന്റ് പറയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ക്രിപ്റ്റ് ഈസ് കോപ്പീഡ് ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. അതായത് നമ്മൾ പറഞ്ഞു എന്താ ക്ലയൻറ്റ് സൈഡിലാണെന്നുണ്ടെങ്കിൽ എന്താ അല്ലേ ബ്രൗസറാണ്, അതായത് ക്ലയൻറ്റ് ബ്രൗസറാണ് അതിനെ എക്സിക്യൂട്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞത്. അതായത് ബ്രൗസറാണ് എന്ത് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത്. ഓക്കെ, ദെൻ സെർവർ സൈഡിലേക്ക് വരുമ്പോൾ എങ്ങനെയായിരിക്കും അല്ലേ, അതായത് സ്ക്രിപ്റ്റ് റിമൈൻസ് ഇൻ ദ വെബ് സെർവർ. അതായത് ബ്രൗസർ അല്ല അതിനെ എക്സിക്യൂട്ട് ചെയ്യേണ്ടായിരിക്കുക, അത് എന്താ സെർവറിലായതുകൊണ്ട് സ്ക്രിപ്റ്റുകളൊക്കെ റിമൈൻസ് ഇൻ ദ വെബ് സെർവർ. ഓക്കെ, ദെൻ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൻ്റെ സെക്കൻഡ് പോയിന്റ് പറയുന്നത് വെച്ചാലോ നമ്മൾ പറഞ്ഞു എന്താ സ്ക്രിപ്റ്റ് ഈസ് എക്സിക്യൂട്ടഡ് ഇൻ ദ ക്ലയൻറ്റ് ബ്രൗസർ അല്ലേ. സ്ക്രിപ്റ്റിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാ, ക്ലയൻറ്റ് സൈഡിലാണെങ്കിൽ ബ്രൗസറാന്ന് പറഞ്ഞു. ദെൻ സെർവർ സൈഡിലാണെങ്കിലോ എക്സിക്യൂട്ടഡ് ഇൻ ദ വെബ് സെർവർ ആൻഡ് ദ വെബ് പേജ് പ്രൊഡ്യൂസ്ഡ് ഈസ് റിട്ടേൺ ടു ദ ക്ലയൻറ്റ് ബ്രൗസർ. അതായത് എന്ത് പറഞ്ഞു നമ്മൾ പറഞ്ഞു എന്താ സെർവർ സൈഡിലാണ് സെർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞു, വെബ് സെർവർ അല്ലേ. എന്നിട്ട് അങ്ങനെ എക്സിക്യൂട്ട് ചെയ്തതിന് ശേഷം നമുക്കൊരു ഔട്ട്പുട്ട് കിട്ടും. അതിനെന്ത് ചെയ്യുന്നു, തിരിച്ച് ക്ലയൻറ്റ് ബ്രൗസറിന് തിരിച്ച് റിട്ടേൺ ചെയ്യുന്നു. ഓക്കെ, ഇനി തേർഡ് പോയിന്റ് നോക്ക്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് ആർ മെയിൻലി യൂസ്ഡ് ഫോർ വാലിഡേഷൻ ഓഫ് ഡാറ്റ അറ്റ് ക്ലയൻറ്റ് സൈഡ് അല്ലേ. നമ്മൾ പറഞ്ഞ പോയിന്റ് തന്നെയാണ് അല്ലേ. നമ്മൾ പറഞ്ഞു എന്താ ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ് യൂസ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ക്യുക്കായിട്ട് റെസ്പോൺസ് കിട്ടണമെന്ന് പറഞ്ഞു. എങ്ങനെയാണ് ക്യുക്കായിട്ട് റെസ്പോൺസ് ചെയ്യുന്നത്, നമുക്ക് ഇങ്ങനത്തെ വാലിഡേഷനൊക്കെ ചെയ്യേണ്ടി വരും. അതായത് യൂസർ നെയിമും പാസ്വേഡും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കൊടുത്തിട്ട് അല്ലേ, യൂസർ നെയിം എൻ്റർ ചെയ്തിട്ടുണ്ടോ പാസ്വേഡ് എൻ്റർ ചെയ്തിട്ടുണ്ടോ അങ്ങനത്തെ കുറച്ച് യൂസർ നെയിം കറക്റ്റ് ആണോ അങ്ങനത്തെ കുറച്ച് വാലിഡേഷൻസ് ചെക്ക് ചെയ്യേണ്ടി വരും നമുക്ക്. അങ്ങനത്തെ കാര്യങ്ങളാണ് ക്ലയൻറ്റ് സൈഡിൽ നടക്കുന്നത്, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിങ്ങിൽ നമ്മൾ ചെയ്യുന്നത്. സെർവർ സൈഡിലാണെന്നുണ്ടെങ്കിലോ യൂഷ്വലി യൂസ്ഡ് ടു കണക്ട് ഡാറ്റാബേസസ് അല്ലേ. സെർവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ നമുക്ക് എന്താ ഡാറ്റാബേസിനായിട്ട് കണക്ട് ചെയ്യേണ്ടി വരും. അതായത് ഡാറ്റാബേസിനായിട്ട് കണക്ഷൻ വേണ്ടി വരും. അതായത് ഡാറ്റ ഇവിടെ നമ്മൾ സെർവർ സൈഡിൽ ഡാറ്റാബേസിലായിരിക്കും എന്ന് പറഞ്ഞല്ലോ, ഡാറ്റാബേസ് എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റിലായിരിക്കും. എന്നിട്ട് എന്ത് ചെയ്യുന്നു, തിരിച്ച് ഡാറ്റാബേസിൽ നിന്ന് ഡാറ്റ തിരിച്ചെന്ത് വെബ് സെർവറിലേക്കൊക്കെ റിട്ടേൺ ചെയ്യേണ്ടി വരും. ഓക്കെ, അതാണ് സെർവർ സൈഡിൽ ഡാറ്റ സ്ക്രിപ്റ്റിൻ്റെ കാര്യം പറയുന്നത്. ഇവിടെ വാലിഡേഷൻ ക്ലയൻറ്റ് സൈഡിൽ വാലിഡേഷന് വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നതെന്ന് പറഞ്ഞു. സെർവർ സൈഡിലാണെന്നുണ്ടെങ്കിൽ എങ്ങനെയാണ് വാലിഡേഷൻ ഒക്കെ നടക്കുന്നുണ്ട്, പക്ഷെ അതൊക്കെ എവിടെയാണ്
ഡാറ്റാബേസിൽ പോയിട്ട് ഡാറ്റാബേസിനായിട്ടൊരു കണക്ഷൻ വേണം. ദെൻ എഗെയിൻ എന്താ ഡാറ്റാബേസിൽ നിന്ന് തിരിച്ച് വെബ് സെർവറിലേക്ക് തിരിച്ച് റിട്ടേൺ ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ദെൻ തേർഡ് പോയിന്റ് നോക്കാം യൂസേഴ്സ് ക്യാൻ ബ്ലോക്ക് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റിംഗ്. നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല, നമുക്ക് ടേൺ ഓഫ് ചെയ്തിടാൻ വേണമെങ്കിൽ സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യാൻ എന്താണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടേൺ ഓഫ് ചെയ്തിടാം അല്ലേ. നമ്മൾ എന്താ ക്ലയൻറ്റ് സൈഡിൻ്റെ സ്ക്രിപ്റ്റിനെ നമുക്ക് ടേൺ ഓഫ് ചെയ്തിടാം, അതായത് ബ്ലോക്ക് ചെയ്തിടാൻ വേണമെങ്കിൽ. പക്ഷേ സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് കനോട്ട് ബി ബ്ലോക്ക്ഡ് ബൈ ദ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റില്ല, ബ്ലോക്ക് ചെയ്യാൻ പറ്റില്ല. എന്ത് സർവർ സൈഡിൽ, അതായത് സർവറിൽ പോയിട്ട് ചെയ്യുന്ന കാര്യങ്ങളല്ല നമുക്ക് യൂസറിന് യൂസ് ചെയ്യാൻ പറ്റില്ല. പക്ഷേ ക്ലയൻറ്റ് സൈഡ് ആണെന്നുണ്ടെങ്കിലോ നമുക്കതിനെ ടേൺ ഓഫ് ചെയ്തിടാം. ഓക്കെ, ദെൻ നെക്സ്റ്റ് ലാസ്റ്റ് പോയിന്റ് നോക്കാം. ദ ടൈപ്പ് ആൻഡ് വേർഷൻ ഓഫ് ദ വെബ് ബ്രൗസർ എഫക്ട് വർക്കിംഗ് ഓഫ് ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ്. നമ്മൾ പറഞ്ഞു അല്ലേ, ക്ലയൻറ്റ് സൈഡ് സ്ക്രിപ്റ്റ് എക്സിക്യൂട്ട് ചെയ്യുന്നത് ആരാന്ന് പറഞ്ഞു, വെബ് ബ്രൗസറാന്ന് പറഞ്ഞു അല്ലേ. അപ്പോൾ വെബ് ബ്രൗസറിൻ്റെ വേർഷൻ എന്താ, അതായത് വെബ് ബ്രൗസറിൻ്റെ വേർഷൻ, അതായത് ടൈപ്പ് ആൻഡ് വേർഷനൊക്കെ എന്തിനെ എഫക്റ്റ് ചെയ്യും, ഈ സ്ക്രിപ്റ്റിനെ ചിലപ്പോൾ സപ്പോർട്ട് ചെയ്തൊന്നും വരില്ല. അപ്പോൾ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ക്ലയൻറ്റ് സൈഡിൻ്റെ സ്ക്രിപ്റ്റ് വർക്ക് ചെയ്യില്ല. അതെന്താ ക്ലയൻറ്റ് സൈഡിൻ്റെ ഒരു ഡ്രോബാക്ക് ആയിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ടായിരുന്നതാ, ഡിസഡ്വാൻറ്റേജ് ആയിട്ട് പറഞ്ഞതാ. പക്ഷേ ഇവിടുത്തെ സർവർ സൈഡിൻ്റെ കേസിലാണെന്നുണ്ടെങ്കിലോ അല്ലേ, നമ്മളുടെ ആ ഫീച്ചർ, അതായത് വെബ് ബ്രൗസറിൻ്റെ ഫീച്ചറോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും എന്താ സർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങിനെ എഫക്റ്റ് ചെയ്യില്ല. അപ്പോൾ ഈ 4 പോയിന്റാണ് നമ്മൾ കമ്പാരിസൺ ബിറ്റ്വീൻ ക്ലയൻറ്റ് സൈഡ് ആൻഡ് സർവർ സൈഡ് സ്ക്രിപ്റ്റിംഗ് പറയുന്നത്. ഓക്കെ, 4 പോയിന്റ് പഠിച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് 3 മാർക്ക് കവർ ചെയ്യാൻ പറ്റാണ്. എല്ലാ പ്രാവശ്യം മാറി മാറി ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇത്. സ്റ്റാറ്റിക് ആൻഡ് ഡൈനാമിക് വെബ് പേജസും ദെൻ ഇത് ക്ലയൻറ്റ് സൈഡ് ആൻഡ് സർവർ സൈഡ് സ്ക്രിപ്റ്റിങ്ങും എല്ലാ പ്രാവശ്യം ചോദിച്ച് കാണാറുണ്ട്. ഓക്കെ, അപ്പോൾ ഇന്നത്തെ നമ്മളുടെ ടോപ്പിക്കൊക്കെ കഴിയാണ്. നമ്മൾ കവർ ചെയ്തു പറഞ്ഞ 2 ടൈപ്പ് സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തിരുന്നത്. അത് 2 ടൈപ്പും ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. ദെൻ താങ്ക് യു ഫോർ വാച്ചിങ്.